വർഷങ്ങളായി നിലനിൽക്കുന്ന മുല്ലപ്പെരിയാർ ഭീഷണിക്കൊപ്പം ആശങ്കയായി ഒഴിപ്പിക്കൽ ഭീഷണിയും നേരിടുകയാണ് പെരിയാർ തീരത്ത് താമസിക്കുന്ന കർഷകരും വ്യാപാരികളും. ആനവിലാസം വില്ലേജിലെ 139 പേർക്ക് ഒഴിപ്പിക്കൽ നോട്ടീസ് നൽകാനുള്ള തീരുമാനം പുറത്തുവന്നതാണ് പുതിയ ഭീഷണിക്ക് ആധാരം. അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ 127 പേർക്ക് 15 ദിവസത്തിനുള്ളിൽ നോട്ടീസ് നൽകുമെന്ന വിവരമറിഞ്ഞതോടെ പെരിയാർ തീരത്ത് താമസിക്കുന്നവർ ഒന്നടങ്കം ആശങ്കയിലാണ്. കാപ്പി തേയില വ്യവസായം ഹൈറേഞ്ചിൽ തുടങ്ങിയിട്ട് ഒരു നൂറ്റാണ്ടായി. അക്കാലം മുതൽ തോട്ടം മേഖലയെ ആശ്രയിച്ച് കുടിയേറിയവരുടെ 2-3 തലമുറക്കാരാണ് ഇവിടുത്തെ താമസക്കാർ. രാപകൽ അധ്വാനിച്ച് ജീവിതം കരുപ്പിടിപ്പിച്ചവർ. സർക്കാരിന്റെ നിയമപരമായ എല്ലാ അനുമതിയും വാങ്ങിയാണ് വീടും വ്യാപാര സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും പണിതത്. ഒരാഴ്ച മുഴുവൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതെല്ലാം ഒരു ദിവസം വിട്ടൊഴിഞ്ഞു പോകാൻ പറഞ്ഞാൽ എങ്ങോട്ട് പോകും എന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ ചോദിക്കുന്നു. മരിക്കേണ്ടി വന്നാലും തങ്ങളുടെ വീടും സ്ഥലവും ഒഴിഞ്ഞു പോകില്ലെന്ന ഉറച്ച നിലപാടിലാണ് പെരിയാർ തീരത്ത് താമസിക്കുന്ന ചപ്പാത്തിലെ നാട്ടുകാർ. വ്യാപാര സ്ഥാപനങ്ങൾ അടക്കമുള്ള സ്ഥാപനങ്ങൾക്ക് വീടുകൾക്ക് ഒഴിഞ്ഞു പോകണമെന്ന് ഉത്തരവ് കാണിച്ചുകൊണ്ട് ആനവിലാസം വില്ലേജിന് കീഴിലുള്ള 139 കെട്ടിടങ്ങൾക്ക് നോട്ടീസ് കൊടുക്കണമെന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആയതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാൽ കഴിഞ്ഞ 50 വർഷം 80 വർഷം 100 വർഷക്കാലമായി ഇവിടെ താമസിക്കുന്ന വ്യക്തികളാണ്. ഒരു കാരണവശാലും ഞങ്ങളെ സംബന്ധിച്ച് ഇവിടുന്ന് ഒഴിഞ്ഞു പോവുക എന്ന് പറയുന്നത് ഞങ്ങൾ ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ്. പുഴകൾ ഉൾപ്പെടെയുള്ള ജലാശയങ്ങൾ കയ്യേറി നടത്തിയ അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കാനുള്ള ജില്ലാ കളക്ടറുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് സെക്രട്ടറി നോട്ടീസ് നൽകാൻ ഒരുങ്ങുന്നത്. ഉത്തരവ് ജില്ലയിലാകെ ബാധിക്കും. എന്നാൽ അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ മാത്രമാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചു തുടങ്ങിയത്. മറ്റു പഞ്ചായത്തുകളിലെ കണക്ക് കൂടി വന്നാൽ പെരിയാർ തീരത്ത് താമസിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളെ ഉത്തരവ് ബാധിക്കും. ഇവരെല്ലാം വീട് വിട്ടൊഴിഞ്ഞു പോകേണ്ടി വരുമെന്ന ആശങ്കയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻകോവിൽ.